ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കേസ് ഡയറിയിൽ ഒരു പയ്യൻ്റെ കഥയാണ്. കല്യാണം കഴിച്ച ഉടനെ ഉള്ള ഒരു കാര്യത്തിൻ്റെ കഥയാണ്. പേരൻസ് ആണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട കഥയൊന്നുമല്ല. എൻ്റെ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഒറ്റപ്പെട്ട കഥയുണ്ടാക്കി കഥ പറഞ്ഞ് പൈസ ഉണ്ടാക്കാനായി ശ്രമിക്കുന്നു എന്നൊക്കെ. ഒരുപാട് പേരുടെ വിവരക്കേടാണ്, അറിവില്ലായ്മയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോസുകൾ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഒരു പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിയോ പേരോ വിവരങ്ങളോ പറയാറില്ല. ഡിസ്ക്ലെയിമറിൽ കൊടുത്തിട്ടുമുണ്ട്. ഇങ്ങനെ പറയുന്ന ചില സാധനങ്ങൾ സിംറ്റംസ് മാത്രം കറക്റ്റാണ്. അതൊരു ഒറ്റപ്പെട്ട കഥയല്ല. ഒറ്റപ്പെട്ട കഥയാകുമ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. ഒരുപാട് പേർക്ക് ഇതേപോലെ സിമിലർ കഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് നമ്മൾ പറയുന്നത്. അതും സിംറ്റംസ് മാത്രമാണ് പറയുന്നത്. പിന്നെ ഈ ഏജ് അല്ലെങ്കിൽ ഈ സ്ഥലം ഗൾഫ് എന്നൊക്കെ പറയുന്നതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ്. അത് ഡിസ്ക്ലെയിമറിലും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമൻറ്റ് പറഞ്ഞുകൊണ്ടൊന്നും കൂടെ പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ വീഡിയോസ് ഞാൻ തികച്ചും സൈക്കോ എഡ്യൂക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. പബ്ലിക്കിന് അവയർനെസ് ഉണ്ടാവട്ടെ എന്ന്, ഇതിനെപ്പറ്റി ബോധം ഉണ്ടാവട്ടെ എന്നുമാണ് വിചാരിക്കുന്നത്. പല ആൾക്കാരും അതിനെ എൻ്റർടൈൻമെൻറ്റ് രീതിയിലേക്ക് എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മളിപ്പം ഞാൻ കണ്ട കാഴ്ചകൾ പുസ്തകമാക്കി കഴിഞ്ഞാൽ അത് എത്ര പേരിലേക്ക് എത്തും എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ യൂട്യൂബ് എന്നൊക്കെ പറയുന്ന മീഡിയത്തിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് അറിവുണ്ടാക്കാനായിട്ടും ഒക്കെ പറ്റും. ഒരുപാട് സ്കൂളിലൊന്നും നമുക്ക് സെക്ഷൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടോ ഒന്നും ഒരു എഡ്യൂക്കേഷൻ ഒന്നും കറക്റ്റ് പ്രോപ്പറായിട്ടില്ല. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ പറ്റിയോ സൈക്കോളജിക്കൽ അസുഖങ്ങൾ വന്നാൽ ആരെ കാണിക്കണമെന്നോ ഒന്നും അറിയില്ല. അതിനെക്കൊണ്ട് ഒരുപാട് പേര് ഉസ്താദുമാരുടെ അടുത്ത് പോയിട്ടും മന്ത്രവാദീൻ്റെ അടുത്ത് പോയിട്ടുമൊക്കെ സെക്ഷുവലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അത്രയും ഇന്ന് കൂടെ ഞാൻ ഒരു പേഷ്യൻറ്റിനെ കണ്ടതിൽ അവർക്ക് ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ഇതേപോലെ ബാഡ് ടച്ചുകൾ 4ാം ക്ലാസ് 5ാം ക്ലാസ് സമയത്തിലുണ്ടായിട്ട് ഇന്നും അവർക്കത് ഓർമ്മയിലുണ്ടായി. പല ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടായ കുറേ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാനും എല്ലാവരും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി രാജ്യത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ പല പല സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം വീഡിയോസുകൾ ചെയ്യുന്നത്. അപ്പം കേസ് ഡയറിയിലേക്ക് കടക്കാം. നമ്മൾ ഈ പാരൻസ് വയസ്സായ ഫാദറും മദറും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, എൻ്റെ മകന് അവൻ്റെ ഭാര്യയെ, ആ കുട്ടി നല്ലൊരു മോളാണ്, പാവം കുട്ടിയാണെന്നാണ് പറഞ്ഞത്. ഈ ഉമ്മയപ്പയും പാവം കുട്ടിയാണ്, നല്ലൊരു മോളാണ്. പക്ഷേ എൻ്റെ മോന് അവളെ എങ്ങനെയാണ് ഒരു ഭാര്യേനെ നോക്കണ്ടേന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി അവനറിയില്ല മാഡം. അവനൊന്നും അറിയില്ല. അവനൊരു കടയിൽ പോയി സംസാരിക്കാൻ പോലും അവനത് അറിയില്ല. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, മകൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, ഇൻട്രോവേർട്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം, അല്ല, അവൻ ഇൻട്രോവേർട്ടൊന്നുമല്ല. അവന് നമ്മൾ ചെറുപ്പത്തിൽ ഭയങ്കര സംസാരവും കളിയും ചിരിയും ഒക്കെ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, കടയിലൊക്കെ സാധനം മേടിക്കാൻ ഇവനെ വിടുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും ഞങ്ങളെ വിടാറില്ല, ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. വേറെ വീട്ടിൽ സ്റ്റേ ചെയ്യാനോ അല്ലെങ്കിൽ കടയിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയും സഞ്ചരിക്കാനൊന്നും വിടാറില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ അവനെ കൊണ്ടുപോയി? അല്ല, അതൊക്കെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് ഞങ്ങൾ പല സ്ഥലത്തും ടൂറൊക്കെ പോകുമ്പോഴും കോൺഫറൻസിനൊക്കെ പോകുമ്പോഴും ഒക്കെ ഞങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ അവനെ കൂട്ടാറുണ്ടായിട്ടില്ല. ഇവർക്കൊരു മോനേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇത്തരം കേസുകളിൽ നമ്മൾക്ക് സാധാരണ സൈക്കോളജിസ്റ്റുകൾക്ക് മനസ്സിലാവാറ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ നേച്ചർ ആൻഡ് നർച്ചറാണ്. അതായത് നമ്മൾ അയാളുടെ ജനറ്റിക്സും പിന്നെ അയാളുടെ വളർത്തിയതിനെ ഭാഗമായിട്ട്, അതായത് ഒരു കുട്ടി ബുദ്ധിയുണ്ട് പക്ഷേ തല ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ സ്ട്രീറ്റ് സ്മാർട്ട് അല്ല എന്നുള്ള. സ്ട്രീറ്റ് സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്ത് ഒരാളോട് പറയാൻ, ഒരു സാധനം മേടിക്കാൻ പോയാൽ അത് ബാർഗെയിൻ ചെയ്ത് ഇത്ര കൊടുക്കുന്ന ഇത്രക്ക് തരി എന്നൊക്കെ പറഞ്ഞ് വലിപ്പിക്കാൻ, ഒരു മീറ്റിങ്ങിനൊക്കെ കൂടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി ഒന്ന് സംസാരിച്ച് അതിനെ സോർട്ട് ഔട്ട് ആക്കാനും, അല്ലെങ്കിൽ ഒരു കറണ്ട് പോയാൽ ഒരു കറണ്ടിൻ്റെ ഓഫീസിൽ പോയി പറഞ്ഞ് മനസ്സിലാക്കി വരൂല എന്ന് പറഞ്ഞ് അവരെ വരുത്തിക്കാനും, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സെറ്റാക്കി ഹസ്ബൻഡും വൈഫും തമ്മിലുള്ളതായിക്കോട്ടെ, മക്കളെ കാര്യമായിക്കോട്ടെ, സ്വത്ത് തർക്കമായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ എൻ്റെ കുട്ടി എങ്ങനെ സ്ട്രീറ്റ് സ്മാർട്ട് ആവും? ഞാനിങ്ങനെ വീട്ടിൽ തന്നെ വളർത്തിയാൽ എൻ്റെ കുട്ടി സ്ട്രീറ്റ് സ്മാർട്ട് ആവില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ചില ആൾക്കാരൊക്കെ നമ്മൾ പറയില്ലേ, അമൂൽ ബേബീസ് എന്ന് പറയും. അതായത് ഒന്നിനും പറ്റാണ്ട് കടയിലും വിടില്ല, എവിടെയും വിടില്ല, ഒരു സാധനം ചെയ്യാൻ സമ്മതിക്കില്ല, ആരോടും ഒന്നും പറയാൻ സമ്മതിക്കില്ല, തിരിച്ചങ്ങോട്ട് മറുപടി ചൂടാവാനും സമ്മതിക്കില്ല. ചില ഘട്ടങ്ങളിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ചില അച്ഛന്മാരൊക്കെ ഉണ്ട്, ഈ കാറിലൊക്കെ ഇപ്പോൾ പോകുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി എതിരെ വന്ന് അവരുടെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിലും മതി മോനെ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞിട്ട് അടക്കുന്നത്. ഒരു പക്ഷെ നമ്മൾ ആലോചിക്കുക, അവനത് എന്താടോ തനിക്ക് കണ്ണില്ലേ എന്നൊരു ഡയലോഗ് അവൻ ചോദിക്കണ്ടെങ്കിൽ ചോദിച്ചോട്ടെ.
ഒരു നല്ല കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കണ്ടേ. ഭയങ്കരമായി പോയി കാറ് നിർത്തി ഇറങ്ങിപ്പോയി അടിക്കാനൊന്നുമല്ല പറയുന്നത്. പക്ഷേ ചോദിക്കാനുള്ള ചില സാധനങ്ങൾ ന്യായം കണ്ടു കഴിഞ്ഞാൽ, ന്യായക്കേട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാനുള്ളൊരു ധൈര്യം അവർക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ, ഇത് കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക, നിങ്ങൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ കുട്ടികളെ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കാനും, നിങ്ങൾ ദൂരെ മാറി നിന്ന് കടയിലേക്ക് അവരെ വിട്ട് അല്ലെങ്കിൽ ATM കാർഡ് സ്വൈപ്പ് ചെയ്യാൻ അവരെ ദൂരെ മാറി നിന്ന് നിങ്ങൾ ചെയ്യിപ്പിച്ച്, പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ റോൾസുകൾ, ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളുടെ റോൾസുകൾ. ഇന്നിപ്പോൾ അങ്ങനെ പെണ്ണാണെന്നില്ല. ATM സെൻറ്ററിൽ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ ആണിനും പെണ്ണിനും പറ്റും. അങ്ങനെയുള്ളൊരു കാലമാണ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും നിങ്ങളാണ് ട്രെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യത്തിൽ തന്നെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ചില ആൾക്കാർ ഈ മതപ്രവർത്തനങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് പള്ളി കെട്ടാൻ അല്ലെങ്കിൽ അമ്പലം കെട്ടിക്കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റി വർക്കിന് പോകുമ്പോൾ, ഇപ്പോൾ ഈ ഓൾഡ് ഏജ് ഹോംസിലേക്കൊക്കെ പോകുമ്പോൾ ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ക്ലയൻസുകൾ അവരുടെ മക്കളെ കൊണ്ടുപോകാറില്ല. ഞാൻ പറയുന്ന ചെറിയ കുട്ടികളായാലും തന്നെ ശരി, നിങ്ങൾ കൊണ്ടുപോകുക അവരുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിക്കുന്നതിനേക്കാളും അപ്പുറം നിങ്ങൾക്കൊരു 10 ഫുഡില്ലാത്ത കുട്ടികൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ബാഗോ ബുക്കോ മേടിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവനെ അവളെ കൊണ്ടുപോയി ബർത്ത്ഡേ ആയതുകൊണ്ട് ഇവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങളുടെ കുട്ടിയിൽ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഉണ്ടാക്കുക. നിങ്ങളെ കുട്ടീനെ വളർച്ച, നിങ്ങളെ കുട്ടി സോഷ്യൽ സ്കില്ല് പഠിക്കുക. അങ്ങനെയാണ് ലോകത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലാപ്പത്ത ലേഡീസ് എന്ന് പറഞ്ഞൊരു പടം, ഒരു ഹിന്ദി പടം ഈ അടുത്ത് ഭയങ്കരമായി ഹിറ്റായി. സജിനി രേ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉള്ള ഒരു പടമാണ്. അത് ഭയങ്കരമായിട്ട് ഈ അടുത്ത് വന്നൊരു പടം. അതിൽ ഒരു കഥാപാത്രം ഉണ്ട്. അതിൽ അവരുടെ നാട്ടിൽ അവർ ഭയങ്കരമായി ഇങ്ങനെ തട്ടം മുന്നോട്ടേക്ക്, ഗൂങ്കട്ട് എന്നാ പറയുക, തട്ടം മുന്നോട്ടേക്ക് ഇട്ട് ചുവപ്പ് വസ്ത്രമല്ലേ കല്യാണത്തിന് ഇടുന്ന, ദുൽഹൻ ഇടുന്ന ആ വസ്ത്രം ഇട്ടിട്ട് ട്രെയിനിൽ കയറി എല്ലാവരും ഒരു സ്ഥലത്ത് ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് ഈ താലി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ ഭാര്യമാർ മാറിപ്പോകും. അപ്പോൾ ഭാര്യമാർ മാറിയിട്ട് ഇയാൾ വേറെ ആരാണ്ടിയോ ഭാര്യേനെ കൈപിടിച്ച്, അപ്പോൾ അവൾ വിചാരിക്കും എൻ്റെ ഹസ്ബൻഡ്, അവൾക്ക് ഇത് പൊന്തിച്ച് നോക്കാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ അവൾ വിചാരിക്കും ഇത് എൻ്റെ ഹസ്ബൻഡ് അയച്ച് പോകും. അങ്ങനെ കുറേ കഴിഞ്ഞ് സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞ് ഇത് പൊന്തിക്കുമ്പോഴായിരിക്കും ഇത് ഈ കുട്ടിയല്ല, ഇവൻ വിവാഹം കഴിച്ച കുട്ടിയല്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ അവനോട്, ആ കുട്ടീനോട് അവളുടെ ഹസ്ബൻഡിൻ്റെ പേര് ചോദിക്കുമ്പോൾ അവൾ പറയൂല. എന്താ വെച്ചാൽ ആ നാട്ടിലെ ഹസ്ബൻഡിൻ്റെ പേര് ഭാര്യമാർ വായ കൊണ്ട് പറയാൻ പാടില്ല അത്ര. അത് ഭയങ്കര അനർത്ഥമാണ്, അത് ഭയങ്കര തെറ്റാണ്. അപ്പോൾ പിന്നെ എഴുതി കാണിക്കുകയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കേസുകൾ ഓരോ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ പടത്തിലൊക്കെ പോലത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഈ കാണുന്ന ചില വീഡിയോസിലൊക്കെ ഞാൻ ചില സ്റ്റോറീസ് അല്ലെങ്കിൽ ചില പേഷ്യൻസിൻ്റെ കേസ് ഡയറീസുകളൊക്കെ പറയുമ്പോൾ ചിലർ പറയും ഇത് അപൂർവം കേസാണ്, കെട്ടിച്ചമച്ച കഥയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ. ഇപ്പോൾ വെജനസ്മസിൻ്റെ കേസ് പറയുമ്പോൾ പറയും സെക്സിൽ പേടിയോ, സെക്സ് ചെയ്യാൻ എന്ത് പേടി, എല്ലാവരും ചെയ്യുന്ന സാധനമല്ല. പക്ഷേ വെജനസ്മസ് ഉള്ള ആൾക്കാർക്കാണത് മനസ്സിലാവുക. അവരെ 10ാം നിലയിൽ നിന്ന് കൊണ്ടുപോയി താഴെ ഇടുന്ന പോലെ അത്രയും പേടിച്ച് കയ്യും കാലും ഒക്കെ വിറയ്ക്കും. ഇങ്ങനെ സൈക്കോതെറാപ്പി നമ്മൾ ചെയ്യുന്ന സമയത്തിൽ അത്രയും പേടിയായിരിക്കും, കരയൊക്കെ ചെയ്യും തെറാപ്പി സെഷനിൽ ചിലപ്പോൾ. പക്ഷെ നമ്മൾ അത്രയും പേടീനെ മാറ്റാൻ വേണ്ടി മൈൻഡിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി പേടി മാറ്റി. 19 കൊല്ലം വരെ കല്യാണം കഴിഞ്ഞിട്ട് പേടി കാരണം സെക്സിൽ ഏർപ്പെടാത്ത ക്ലയൻറ്റുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സൈക്കോളജിസ്റ്റുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് മാത്രം ഉണ്ടായൊരു കാര്യമില്ല. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകൾ തന്നെ പല സ്ഥലങ്ങളിലുള്ള സൈക്കോളജിസ്റ്റുമാരും പറയാറുണ്ട് എൻ്റെ വീഡിയോ കണ്ട് അവരൊക്കെ അവരുടെ അടുത്ത് കേസിന് വരാറുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് പല ആൾക്കാർക്കും ഗുണമുണ്ടാവുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് നിങ്ങൾക്കൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാവണമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാറ്. നമ്മുടെയൊക്കെ സിലബസിൽ സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആര്, സൈക്യാട്രിസ്റ്റ് ആര്, ഒരു അസുഖം വന്ന് ആരെടുത്ത് പോകണം, ഇവർ രണ്ടുപേരും കൂടെ ടീം വർക്ക് ചെയ്തിട്ടാണോ ഇത് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിവരം വേണം. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ സാധനങ്ങളിൽ ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ടീച്ചേഴ്സ് അധികം ആ പാഠങ്ങൾ എടുത്തിട്ടില്ല, എനിക്ക് ആ ചാപ്റ്ററിൽ ക്ലാസ്സേ കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് ഒരുപാട് ക്ലയൻസുകൾ പറയാറ്. കല്യാണം കഴിഞ്ഞിട്ടും ഹസ്ബൻഡും വൈഫും വന്നിട്ട് എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല, അത് എങ്ങനെയാണ് എന്ന് ചോദിച്ച് വന്ന, അതായത് എങ്ങനെ അത് ചെയ്യേണ്ടതെന്ന് ആരോടും, പെങ്ങന്മാരോടും ആങ്ങളമാരോടും ഉമ്മനോടും ഉപ്പനോടും ഫ്രണ്ട്സിനോട് പോലും ചോദിക്കാൻ മടിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് പോലും
പോലും കറക്റ്റ് മനസ്സിലാവാതെ അല്ലെങ്കിൽ വജൈനൽ ഹോൾ കണ്ടുപിടിക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് ഹോളെന്ന് സംശയമുള്ളവരെ ഞാൻ ഓപ്പണായിട്ട് പറയണം, അത്രയും കേസുകൾ വരെ നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പല പല സ്ഥലങ്ങളിലും ഞാൻ ഈ പറഞ്ഞ പടത്തിലെ പോലെ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പല പ്ലേസിലും ഇതേപോലെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതേപോലെ പല അസുഖങ്ങളുണ്ട്, പല നടക്കാൻ പാടില്ലാത്ത സാധനങ്ങളുണ്ട്. ഫ്രോഡായ പല സൈക്കോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റ് എന്നുള്ള പേര് മുഖേന ഇവരുടെ അടുത്തേക്ക് ആൾക്കാരുകൾ പോവുകയും അവിടുന്ന് മൊളസ്റ്റിങ് കാര്യങ്ങളും കിട്ടിയ കേസുകൾ, ഉസ്താദുമാരുടെ കേസുകൾ, അതായത് മതപഠനം ചെയ്യുന്ന ഇന്നും കൂടെ ഞാനൊരു കേസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ 4ാം ക്ലാസ് 5ാം ക്ലാസ് സമയത്തിൽ ആ കുട്ടീനെ ഉസ്താദ് ഇതാക്കും. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ 10-35 വയസ്സിന് മുകളിലായിട്ടാണ് എൻ്റെ അടുത്ത് ക്ലൈൻ്റായിട്ട് വന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു വിഷമം എപ്പോഴും പോയിട്ടില്ല. അപ്പോൾ ഉമ്മേനോട് പറഞ്ഞില്ല ചോദിച്ചപ്പോൾ ഉമ്മേനോട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഉസ്താദ് അവിടെയും ഇവിടെയൊക്കെ തൊടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഉസ്താദ് തന്നെ പിച്ചുമ്പോൾ ഒക്കെ തൊട്ടുപോയത് തട്ടിപ്പോയതൊക്കെ ആയിരിക്കും, നീ പഠിക്കാഞ്ഞിട്ടല്ലേ എന്ന് ആ ഉമ്മ പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് പറഞ്ഞാൽ ഈ മതപഠനം പഠിച്ച് വന്നിട്ടുള്ള ആൾക്കാർ ആരുമായിക്കോട്ടെ, ഏത് മതത്തിലെ ആൾക്കാരും ആയിക്കോട്ടെ, ഇവരൊക്കെ ഭയങ്കര മാന്യന്മാരായിരിക്കും. ഇവർക്കൊന്നും സെക്സ് ഇല്ല അല്ലെങ്കിൽ സെക്ഷൽ ഫീലിംഗ് ഇല്ല എന്ന്. അതൊന്നുമല്ല, അവരും മനുഷ്യന്മാരല്ലേ. ചില ആൾക്കാർ അത് എന്തും ആവാം. ഇപ്പോൾ സെക്ഷൽ മോളസ്റ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു റേപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ സൈക്കോളജിസ്റ്റും ആവാം, ഉസ്താദുമാവാം, ആരുമാവാം. ഒരു സൈക്കോളജിസ്റ്റ് ആയതിനെ കൊണ്ട് അയാൾക്ക് റേപ്പ് ചെയ്യാൻ പറ്റില്ല എന്നില്ല. അയാളുടെ പ്രൊഫഷൻ, അയാൾ വക്കീലാവാം, അയാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാം, അയാൾ ഉസ്താദാവാം, അയാൾ സൈക്കോളജിസ്റ്റ് ആവാം, ആരുമാവാം. ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ് അയാളെ റേപ്പിസ്റ്റ് ആക്കുന്നത്. അയാളുടെ സെക്ഷൽ തോര അല്ലെങ്കിൽ അയാൾ ക്രിമിനൽ ആക്ടിവിറ്റി പോലെ മറ്റുള്ള കുട്ടികളെ യൂസ് ചെയ്യുക, ഒളിഞ്ഞു നോക്കുക, ഇങ്ങനത്തെയൊക്കെ പല സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധനം, ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ കേസ് ഡയറിയിലെ പോലെ നിങ്ങളെ കുട്ടി സ്ട്രീറ്റ് സ്മാർട്ട് ആവണം, നിങ്ങളെ കുട്ടി ഭാര്യേനെ നല്ല അടിപൊളിയായി റെസ്പോൺസിബിൾ ഹസ്ബൻഡായി മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം റോൾ മോഡൽ ആവുക. പല സ്ഥലങ്ങളിലും അവനെ കൊണ്ടുപോകുക. നിങ്ങൾ അവനെ വീട്ടിലിട്ടിട്ട് പോകാതെ നിങ്ങൾ അവരെ കൊണ്ടുപോകുക, കാഴ്ചകൾ കാണിക്കുക, ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോകുക, പിന്നെ പാരൻസ് ഇല്ലാത്ത അനാഥാശ്രമങ്ങളിൽ കൊണ്ടുപോകുക. പിന്നെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ റോൾ മോഡലിംഗ് എന്നാ പറയുക. നമ്മൾ ഒബ്സർവേഷണൽ ലേണിങ്ങിൽ കുട്ടികളെ നിർത്തി, നീ പോയി ഒരു 2 ഇത് വാങ്ങി വന്നേ, പപ്പ ഇവിടെ നിൽക്കാം, നീ വാങ്ങിക്കോ, ഇവിടെ ഉണ്ട്, പോയി വാങ്ങി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതല്ലാതെ ഒന്നും ചെയ്യാതെ കുട്ടിയുടെ 1 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ പറയുക ക്രൂഷ്യൽ പീരീഡ്. അതായത് ഞാനെന്ന പേഴ്സണാലിറ്റി, ഞാനെന്ന വ്യക്തിത്വം എൻ്റെ 1 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഞാൻ കണ്ട കാഴ്ച, എൻ്റെ കാഴ്ച, എൻ്റെ പേഴ്സണാലിറ്റി ഉടലെടുത്തത് ഞാൻ കണ്ട കാഴ്ചയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനമാണ്. ഇപ്പോൾ ഒരു കുട്ടി കല്യാണത്തിനോട് വെറുപ്പ് പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടി കണ്ട കാഴ്ചയിൽ കല്യാണം ഒരു നെഗറ്റീവായ സാധനമായിരിക്കും, അല്ലെങ്കിൽ അതിൽ നിന്നൊരു പേടി വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ കണ്ട കാഴ്ചയല്ല യാഥാർത്ഥ്യം. മറ്റുള്ള ചില ആൾക്കാരൊക്കെ ഒരുപാട് സാധനങ്ങൾ കണ്ടതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ ഷെയർ ചെയ്യുക, സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ കുട്ടീനെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ 1 വയസ്സ് മുതൽ 16 വയസ്സ് വരെ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വലുതായി കഴിഞ്ഞ് നാളെ കല്യാണം കഴിച്ചാൽ, അല്ലെങ്കിൽ അവൾ വലുതായി കഴിഞ്ഞ് നാളെ കല്യാണം കഴിച്ചാൽ അങ്ങനെ ഒരു നല്ല സ്ട്രീറ്റ് സ്മാർട്ടുള്ള ആളായിട്ട് എല്ലാം പറയാനും ചെയ്യാനും കണ്ടറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ലോജിക്കൽ റീസണിങ് ഉള്ള, ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ പാരൻസിനും എൻ്റെ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം, നല്ലൊരു നാളേനെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരാഴ്ച പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.